വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. കേരളത്തിൽ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ചർച്ചയാവുന്ന കരിപ്പൂർ സ്വർണ്ണ കവർച്ചാ കേസിൽ ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടിയും പ്രതിസന്ധിയിലാവുന്നു. കരിപ്പൂർ സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ മഞ്ചേരി സ്വദേശിയായ ശിഹാബിന് അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള ഉന്നത ബി.ജെ.പി. നേതാക്കളുമായും ബന്ധമുണ്ടെന്ന് മലയാളത്തിലെ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ.ഡി.എ ഘടകകക്ഷിയായ റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് അറസ്റ്റിലായ ശിഹാബ്. കൂടാതെ കഴിഞ്ഞ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ അബ്ദുള്ളക്കുട്ടിക്ക് വേണ്ടി സജീവമായിരുന്ന വ്യക്തി കൂടിയാണ് ശിഹാബ്. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അബ്ദുള്ളക്കുട്ടി സംഘടിപ്പിച്ച കുടുംബ സംഗമ പരിപാടികളിൽ സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ ശിഹാബും വേദിയിലിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കൂടാതെ എ.പി. അബ്ദുള്ളക്കുട്ടിയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലും ശിഹാബ് അംഗമായിരുന്നു. മഞ്ചേരി നഗരസഭയിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ നേതൃനിരയിലും സജീവമായിരുന്നു ശിഹാബ്. മലപ്പുറത്ത് ബി.ജെ.പിയുമായും അബ്ദുള്ളക്കുട്ടിയുമായും അടുത്ത ബന്ധമുള്ള ആളാണ് കരിപ്പൂർ സ്വർണ്ണ കവർച്ചാ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായ ശിഹാബ്. അതിനാൽ തന്നെ ഈ സ്വർണ്ണ കവർച്ചാ കേസിൽ അബ്ദുള്ളക്കുട്ടിക്കോ അല്ലെങ്കിൽ മറ്റ് ബി.ജെ.പി. നേതാക്കൾക്കോ ബന്ധമുണ്ടോ എന്ന കാര്യം ഇനി അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും മലപ്പുറത്തെ ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അബ്ദുള്ളക്കുട്ടിയുടെ വേദിയിലടക്കം സജീവമായ ശിഹാബ് സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായത് ബി.ജെ.പിയെയും അതുപോലെ അബ്ദുള്ളക്കുട്ടിയെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നേരത്തെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സി.കെ. ജാനുവിന് പണം നൽകിയെന്ന ആരോപണവും അതേപോലെ കൊടകര കുഴൽപ്പണം ഇടപാടുമെല്ലാം ബി.ജെ.പിയെ പ്രതിസന്ധിയിലാക്കിയ സമയത്താണ് ഇപ്പോൾ സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ ശിഹാബിന്റെ ബി.ജെ.പിയുമായും അബ്ദുള്ളക്കുട്ടിയുമായും അടുത്ത ബന്ധമുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇത്തരം വിഷയങ്ങൾ ബി.ജെ.പിക്കകത്ത് വലിയ ആഭ്യന്തര കലഹങ്ങളാണ് ഉണ്ടാക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് വയനാട് ബി.ജെ.പിയിൽ കോഴ വിഷയത്തിൽ പ്രതിഷേധിച്ച ബി.ജെ.പിയിൽ കൂട്ടരാജി ഉണ്ടായിരുന്നു. വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നവരെ നേതൃത്വം സംരക്ഷിക്കുകയാണെന്ന് പറഞ്ഞ യുവമോർച്ചയിൽ നിന്ന് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ 300ഓളം പേർ ബി.ജെ.പിയിൽ നിന്നും രാജിവെച്ചിരുന്നു. കൂടാതെ സമാന വിഷയത്തിൽ ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി സജിത് കക്കടം, സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി മനോജ് എന്നിവരും രാജിവെച്ചിരുന്നു. ഇത്തരത്തിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ബി.ജെ.പിക്കുള്ളിൽ നടക്കുന്ന സമയത്താണ് കരിപ്പൂർ സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ മഞ്ചേരി സ്വദേശി ശിഹാബിന് ബി.ജെ.പിയുമായും അബ്ദുള്ളക്കുട്ടിയുമായും അടുത്ത ബന്ധമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇനി ഈ സംഭവത്തിൽ അബ്ദുള്ളക്കുട്ടിക്കോ ബി.ജെ.പിക്കോ ഏതെങ്കിലും വിധത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ അന്വേഷണ സംഘം ഇതിൽ എന്തെങ്കിലും ബന്ധം ഇവർക്കുണ്ട് എന്ന് കണ്ടെത്തിയാൽ അബ്ദുള്ളക്കുട്ടിയെയും ബി.ജെ.പിയെയും ഒന്നുകൂടി അത് പ്രതിസന്ധിയിലാഴ്ത്തും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.